ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ പ്രവൃത്തികൾ വഴിയാണ് അനുഭവതരമായിട്ട് മാറുക. അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്ന കാര്യത്തിലായാലും അവനവൻ തന്നെയും അനുഭവബോധ്യത്തിലേക്ക് വരുന്നത് അതിനകത്തുള്ള അകക്കാം ബന്ധം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ്. വാസ്തവത്തിൽ ഒരു പ്രാക്ടിക്കൽ തിയോളജി, ഒരു പ്രായോഗിക ദൈവശാസ്ത്രം നമുക്ക് വേണ്ടി വരും. ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, പ്രവൃത്തികൾ, അവയുടെയൊക്കെ അകക്കാമ്പിൽ ക്രിസ്തുവിന് എത്രത്തോളം ഒരാൾക്ക് ബോധ്യതലത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളമാണ് അയാളുടെ പ്രവൃത്തികളും അയാളുടെ ജീവിതവും ദൈവാനുഭവത്തിൻ്റെ വേദിയായിട്ട് മാറുക. അങ്ങനെ മാറുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ കഷ്ടതകളും ദുരിതമൊക്കെ അനുഭവിക്കുന്നതിന് അർത്ഥം എന്താ? നിരവധിയായ വേദനകളും വൈഷമ്യങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സഹിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. സുഖം എന്ന് പറയുന്നത് സ്ഥായിയായ ഭാവമില്ല. എന്തിലും സുഖം കണ്ടെത്താം. പക്ഷെ സുഖം എന്ന് പറയുന്നത് ഹൃദയതലത്തിലുണ്ടാകുന്ന ഒരു അനുഭൂതിയുടെ തലം മാത്രമാണ്. അതുകൊണ്ട് നാം അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഈ കഷ്ടതകളും ഞെരുക്കങ്ങളും ഒക്കെ ക്രിസ്തുവിനായി തീരുകയും ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നതായിട്ട് മാറുമ്പോഴാണ് ജീവിതം ധന്യമായിട്ട് മാറുക. നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് സൗഭാഗ്യപൂർണമായൊരു ജീവിതത്തിലേക്കാണ്, അനുഗ്രഹീതമായൊരു ജീവിതത്തിലേക്കാണ്. അനുഗ്രഹിക്കപ്പെട്ടവനാണ് അകമേ വസിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ കുറവുകൾക്കും മീതെ ക്രിസ്തുബോധം നിരന്തരം നമ്മെ നയിക്കുന്നത് ഒരു പ്രത്യാശയിലേക്കും ദൈവാനുഭവത്തിലേക്കുമാണ്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്താണെന്നറിയണം, നാം ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്നറിയണം, ചെയ്യുന്ന ജീവിത പ്രവൃത്തികൾക്കകത്ത് എങ്ങനെയാണ് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ചുള്ള നയിക്കപ്പെടലുണ്ടാകുന്നതെന്നും തിരിച്ചറിയണം. ഈ തിരിച്ചറിവില്ലാതെ പോയാൽ വാസ്തവത്തിൽ നാം വചനം വായിക്കുന്നു, കൂദാശകളിൽ പങ്കെടുക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്നു, ഒന്നും അനുഭവപരമായ ഔന്നത്യത്തിലേക്ക് നമ്മെ ഉയർത്തില്ല. അതുകൊണ്ട് നാം ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വളരെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച്, കുരിശ് വരയ്ക്കുന്നതിനെക്കുറിച്ച്, ദേവാലയത്തിൽ കയറുന്നതിനെക്കുറിച്ച്, ഇന്നും അതേപോലെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ഹാനൻ വെള്ളത്തെക്കുറിച്ച്. വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രവൃത്തികളിലൊന്നായിട്ടുള്ളതാണ് ആനൻ വെള്ളവുമായിട്ടുള്ള ബന്ധം. ആനൻ വെള്ളം ഉപയോഗിക്കാത്തവരാരുമില്ല. ഓരോ വെഞ്ചിരിപ്പ് വേളയിലും ആനൻ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിൽ കൊണ്ട് വയ്ക്കാറുണ്ട്, രോഗം വരുമ്പോൾ കുടിക്കാറുണ്ട്, നമ്മൾ ആൾക്കാർക്ക് ഭയം ഉണ്ടാകുമ്പോൾ തെളിക്കാറുണ്ട്. അപ്പോൾ ഹാനൻ വെള്ളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഹാനൻ വെള്ളം, എന്തുകൊണ്ടാണ് അത് പ്രാധാന്യം അർഹിക്കുന്നത്, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് ഗുണകരമായിട്ട് മാറും. നമ്മുടെ കയ്യിൽ ഒരു ആധാരം ഇരിപ്പുണ്ട്. ഈ ആധാരം നമ്മൾ ഒരിക്കലും വായിച്ചു നോക്കിയിട്ടില്ല. അത് പെട്ടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. മുതുമുത്തച്ഛന്മാർ തന്നതാണ്. അങ്ങനെ പാരമ്പര്യമായി മാറിക്കിട്ടിയ ആധാരമാണ്. ഒരു പേപ്പർ കഷ്ണമായിട്ട് നമ്മൾ കരുതുന്നുള്ളൂ. അതിലെഴുതിയേക്കണം എന്താ നമ്മൾ വായിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്നത് പെട്ടിയിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് പട്ടിണി വരുന്നു, വിശപ്പ് വരുന്നു, നമ്മൾ തെണ്ടി നടക്കാം. അങ്ങനെ തെണ്ടിയൊക്കെ നടന്ന് അവസാനം ഗതികെട്ട് മരിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇതൊന്ന് വായിച്ചേക്കാം എന്നോർത്ത് വായിക്കുമ്പോഴാണ് അത് ആ പ്രദേശം മുഴുവൻ അയാളുടെ സ്വത്താണ് എന്നെഴുതിയ ആധാരമാണ്. ഇതേപോലെയാണ് ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി ദൈവം നൽകപ്പെട്ടുള്ള അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളാണ്. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ അകത്തെ വിശ്വാസ നിക്ഷേപം എന്താണ് നമ്മോട് പറയുന്നത് നമ്മൾ തിരിച്ചറിയണം. സ്വർഗം അവകാശമാക്കിയ, ഭൂമിയുടെ മേൽ അധികാരം തന്നിട്ടുള്ള, എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി ആയിത്തീരുകയും ചെയ്യുക വഴി ക്രിസ്തുവിൽ അനുഭവമുള്ളവരായി ജീവിക്കാനായിട്ട് വിളിക്കപ്പെടുന്നു. സ്വർഗം അവകാശമാക്കിയവരാണ് നമ്മൾ എന്ന കാര്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. മരണശേഷം ഒരു സ്വർഗമുണ്ടോ നരകമുണ്ടോ അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് പലപ്പോഴും. മരണശേഷം എന്ത് വന്നാൽ എന്താ, ജീവിച്ചിരിക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന എനിക്ക് ചത്തതിന് ശേഷം എന്ത് കിട്ടിയിട്ട് എന്തിനാന്ന സാധാരണ ചിന്ത. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ തന്നെ നിങ്ങളുടെ അകത്ത് അനുഭവിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായാൽ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏത് ക്ലേശത്തിനകത്തും ഈ ക്രിസ്തു അനുഭവം നമ്മെ ഉയർത്തും. അപ്പോൾ സഹനങ്ങൾ നമുക്ക് ആനന്ദകരമായൊരു അനുഭവമായിട്ട് മാറും. സാധാരണഗതി നിങ്ങൾക്കൊരു തലവേദന ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ ചെറിയ സൂത്രം പറഞ്ഞുതരാം. തലവേദന വരുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ധ്യാനിക്കാനൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത് തലവേദന ഉള്ളപ്പോൾ ധ്യാനിക്കരുതെന്നാണ്. കാരണം ചിന്ത കൊണ്ടാണ് ധ്യാനിക്കുന്നത്. അങ്ങനെയുള്ള ധ്യാനമാണ് സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ വചനം വായിക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ്. എന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് ധ്യാനിക്കാനുള്ളൊരു വിഷയമാണ് തലവേദന. നിങ്ങൾക്ക് തലവേദനയുണ്ട്, സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്. ആ തലവേദനയുള്ള സമയത്ത് ആ തലവേദന ഒരു പ്രാർത്ഥനയാക്കി മാറ്റി അതിലൊരു ആനന്ദം അനുഭവിക്കാൻ, ആ വേദനയ്ക്കകത്ത് ദൈവിക സാന്നിധ്യ അവബോധത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയും. അത് തിരിച്ചറിയാത്തതുകൊണ്ട് അനുഭവിക്കാൻ പറ്റാത്തത്. തലവേദന വരുമ്പോൾ എന്ത് ചെയ്താൽ മതി?
കുത്തിയിരിക്കുക അല്ലെങ്കിൽ കിടക്കുക, എന്നിട്ട് ഈ തലവേദന ഉള്ളത് ഓർക്കുക. ആ തലവേദന മുഴുവൻ ഈശോയുടെ സ്നേഹത്തെ പ്രതി അങ്ങ് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. വെറുതെ മനസ്സുകൊണ്ട് ഈശോയെ ഞാനിത് സമർപ്പിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ മനസ്സിലുള്ള എന്തൊരു തലവേദന, കഷ്ടം, നാശം എന്നൊക്കെ പറയുന്ന ആ ഭാവം ഉണ്ടല്ലോ, ആ നെഗറ്റീവ് അതപ്പോൾ പോയി. ദൈവമേ ഞാനിത് സമർപ്പിക്കുന്നു, നിന്റെ കുരിശിലേക്ക് ഞാൻ എൻ്റെ തലവേദനയെ സമർപ്പിക്കുന്നു എന്ന് മാത്രം ഓർത്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വേദന ഒരു രക്ഷാകരമായ അനുഭവത്തിലേക്ക് വരും. സാധാരണ ഒന്നൊരു തലവേദനയാണ്, നിങ്ങൾക്കത് ഗുണകരമായി. അപ്പം അതുകൊണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് അനുഭവതലം നാം വിചാരിക്കുന്നതിനേക്കാൾ ഉയർന്നതാണ്. നാം അനുഭവിക്കുന്ന ഏത് വേദനയും കഷ്ടതയും ഞെരുക്കവും ദാരിദ്ര്യവും സഹനവും അപമാനവും എല്ലാം യഥാർത്ഥത്തിൽ വലിയ ഔന്നത്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അപമാനിതമാകുന്ന സാഹചര്യത്തിൽ നിസ്സാരമായിട്ട് പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയെ ഒന്ന് മനസ്സിൽ ഓർത്താൽ മതി. നമ്മൾ പുണ്യം ചെയ്ത് എപ്പോഴെങ്കിലും ഈശോയെ പോലെ ആവുമെന്ന് തോന്നുന്നുണ്ടോ? സാധ്യമാണോ? ഒരു വശം ശരിയാക്കി വരുമ്പോൾ വേറൊരു വശം അഴിഞ്ഞു പോകും. ഒരു പാപകരമായ പല സാഹചര്യത്തിൽ നിന്ന് മോചനം നേടിയും വേറെ വശം അഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈശോയുടെ കൂടെ ഈ പിലാത്തോസിന്റെ അരമനയിൽ ആയിരിക്കാൻ കഴിഞ്ഞാൽ, അപമാനമേൽക്കുമ്പോൾ അവനെ പ്രതി മൗനം സ്വീകരിച്ചാൽ, നിങ്ങൾ ആരുടെ ഒപ്പം എന്ന് വിചാരിച്ചേക്കണേ? യേശുവിൻ്റെ ഒപ്പമാണപ്പോൾ. അപ്പൊ അതുകൊണ്ട് ജീവിതാനുഭവത്തെ, ഏതനുഭവത്തെയും ക്രിസ്തുവിൽ നവീകരിക്കുകയും ദൈവാനുഭവത്തിന്റെ വേദിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ വിചാരിക്കും നിസ്സാരരാണല്ലോ, നമ്മളൊക്കെ ആരാ, നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല. ദൈവസന്നിധിയിൽ ഓരോരുത്തരും പ്രിയപ്പെട്ടവർ, ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഓരോരുത്തർക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. നിങ്ങൾ പ്രധാനപ്പെട്ട ആളാണെന്നതിന് തെളിവെന്താ? നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു കുരിശിൽ മരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ആ മരണം. നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളെ പിശാചിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ, നിങ്ങളെ മരണത്തിന്റെ അധീനതയിൽ നിന്ന് രക്ഷിക്കാൻ, നിങ്ങൾക്ക് ദൈവരാജ്യം അനുഭവപ്രദമാക്കാൻ, അവകാശമാക്കി തരാൻ വേണ്ടി അവൻ തന്നെ തന്നെ മറുവിലയായി സമർപ്പിച്ചുവെങ്കിൽ നിങ്ങൾ പ്രധാനപ്പെട്ടയാളാണ്. അതുകൊണ്ട് ഞാൻ മോശപ്പെട്ട ആളാണ്, ഞാനിതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ, എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്ത വേണ്ട. നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഏറ്റവും നിസ്സാരമായി നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവായി ലോകത്തിന് അനുഭവപ്പെടും, നിങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും. അപ്പം അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. വെള്ളം ഒരു പ്രതീകമാണ്. ഹനാൻ വെള്ളത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ഹനാൻ വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും അതിനെക്കുറിച്ച് ബോധ്യമില്ല. ഇപ്പോൾ ആശീർവാദ സമയത്ത് ഹനാൻ വെള്ളം തെളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മിക്കവാറും പേര് കൈകൂപ്പി എന്ന് എന്തോ ഒരു ജലം അനുഗ്രഹ തീർത്ഥം വന്ന് വീണ പോലെ കൈകൂപ്പി നിൽക്കും. യഥാർത്ഥത്തിൽ ആ സമയത്ത് കുരിശു വരയ്ക്കുകയാണ് ചെയ്യുക. ഹനാൻ വെള്ളം കൊണ്ട് നിങ്ങൾ തളിക്കുന്നതിന് മുമ്പ് പുരോഹിതനൊരു പണി ചെയ്യും. സ്പ്രിംഗ്ലർ വെച്ചിട്ട് നെറ്റത്ത് ഇങ്ങനെ സ്വന്തമായിട്ട് കുരിശു വരയ്ക്കും, എന്നിട്ട് തെളിക്കണേ. കാരണം അദ്ദേഹത്തെ പോലും വിശുദ്ധീകരിക്കുന്ന ഒരു വെള്ളമാണിത്. അദ്ദേഹത്തിന്റെ ആശീർവാദം കൊണ്ടാണ് ഈ വിശുദ്ധജലം ഉണ്ടായത്. പക്ഷെ അതുകൊണ്ട് തെളിക്കുന്നതിന് മുമ്പ് ആദ്യം സ്വയം വിശദീകരിക്കും. കാരണം മാമോദീസയെ അനുസ്മരിക്കുകയാണ്. ആ മാമോദീസ എന്ന ബലത്തിനാണ് നമ്മുടെ ജീവിതം മുഴുവൻ. നമ്മളെല്ലാ കൂദാശകളിൽ പങ്കുചേരുന്നതും എന്ത് ദൈവാനുഭവത്തിലേക്ക് പോകുന്നതും മാമോദീസയെ പ്രതിയാണ്. അപ്പോൾ മാമോദീസയിൽ തെളിക്കപ്പെട്ട ജലത്തെ ഓർത്തുകൊണ്ടാണ് നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കുന്നത്. നമ്മുടെ മേൽ ജലം തെളിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതി വരയ്ക്കുന്നത് കാണാം. നെറ്റിയിൽ കുരിശ് വരച്ചാലും ചെറിയ കുരിശടയാളം വരച്ചാലും മാമോദീസയെ അനുസ്മരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഹനാൻ വെള്ളം എന്ന് പറയുന്നത് നമ്മെ ഒരു വിമോചിപ്പിക്കുന്ന കാര്യമായിട്ടാണ് പറയുക. ഇത് ഇവിടെ നിന്ന് തുടങ്ങിയതല്ല. എല്ലാം തുടങ്ങുന്നത് ഇവിടെ നിന്ന്, പഴയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ നിന്ന് വന്നിട്ടാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മദാനവുമായി ബന്ധപ്പെട്ട ഒന്നാക്കി അതിനെ മാറ്റുന്നത്. ശുദ്ധീകരണം അനുഭവിക്കുന്ന കാര്യത്തിൽ പഴയ നിയമം പറയുന്നത് ജലത്തെക്കുറിച്ചാണ്. സംഖ്യാപുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 20-ാം തിരുവചനത്തിൽ നമുക്കത് കാണാൻ കഴിയും. അശുദ്ധനായി കഴിഞ്ഞിട്ട് ശുദ്ധീകരിക്കപ്പെടാത്ത വ്യക്തിയെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കിയതിനാൽ പുറത്താക്കണം. ശുദ്ധീകരണ ജലം തെളിച്ച് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കാരണം. അപ്പം അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ വിശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ നമുക്ക് പറയാനുള്ളത് കൊണ്ട് ഇവിടെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുന്നില്ല. ഒരു സ്ഥലത്തുനിന്ന് അശുദ്ധിയെ നീക്കുന്നതല്ല ചെയ്യുന്നത്. അത് പഴയ നിയമ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ ശുദ്ധീകരണ കർമ്മം നടക്കുന്നത് പഴയ നിയമപ്രകാരം ജലം കൊണ്ടാണ്. ഇനി ഇത് മാത്രമല്ല, നമുക്കറിയാമല്ലോ ശുദ്ധീകരണത്തിനായിട്ട് അവർ കൈയും കാലും കഴുകിയിട്ട് പുറത്തു പോയ ഭക്ഷണം കഴിക്കാറുള്ളൂ. അങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ അവർ പാലിക്കുന്നുണ്ട്. അതെല്ലാം ജലവുമായി ബന്ധപ്പെട്ടാണ്. ശുദ്ധീകരണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇസ്രായേൽ കരുതുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനത്തിൽ 36-ാം അധ്യായത്തിൽ 25-ാം തിരുവചനം അവിടെ പറയണം, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധരാക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിങ്ങൾ ഞാൻ വീണ്ടെടുക്കും. ശുദ്ധീകരണ ജലം തെളിച്ചുകൊണ്ടാണ്. അതുകൊണ്ട്
ശുദ്ധീകരണ കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ജലത്തെ കാണുന്നുണ്ട്. ഇതിന് വേറെ ഒരു പ്രതീകവുമായി നമുക്ക് ബന്ധം കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുമല്ലോ, ഈ കടൽ കടന്നാണ് പോകുന്നത്, അതായത് ജലം കടന്നിട്ടാണ്, ജലത്തിലൂടെയാണ് ഒരു വിശുദ്ധീകരണം സംഭവിക്കുന്നത്. ജലത്തെ വീണ്ടെടുക്കുന്ന പ്രവൃത്തിക്ക് ജലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജലം എന്ന് പറയുന്നത് ഒരു വിശുദ്ധീകരണത്തിൻ്റെ, ഒരു വീണ്ടെടുപ്പിൻ്റെ, ദൈവൈക്യത്തിലേക്ക് തിരികെ വരുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് പഴയ നിയമം ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ജലം ഒരു അറിവിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. ഹബക്കൂക്ക് പ്രവചനത്തിൽ 2:14 പറയും, ജലം കൊണ്ട് സമുദ്രം നിറയുന്നത് പോലെ കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് ഭൂമി മുഴുവൻ നിറയും. സമുദ്രം ജലം കൊണ്ട് നിറയുന്നത് പോലെ ഭൂമി മുഴുവൻ കർത്താവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയും. ജലം അറിവിൻ്റെ പ്രതീകമായിട്ടാണ് ഹബക്കൂക്ക് പ്രവചനത്തെ നമുക്ക് കാണാൻ കഴിയുക. ഇനി അതുമാത്രമല്ല, നീതിയുടെ, കാരുണ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഈ ജലത്തെ നമുക്ക് കാണാൻ കഴിയും. ആമോസ് പ്രവചനത്തെ നമുക്കത് കാണാൻ പറ്റും. നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യം ഒരിക്കലും പറ്റാത്ത നീർച്ചാല് പോലെ. ആമോസ് പ്രവചനത്തിൽ 5-ാം അധ്യായത്തിൽ 24-ാം തിരുവചനം അത് പറയുന്നുണ്ട്. അത് ജലത്തെ നീതിയുടെ പ്രതീകമായി, സത്യത്തിൻ്റെ പ്രതീകമായി, നമ്മെ വിശുദ്ധീകരിക്കുന്ന പ്രതീകമായി പഴയ നിയമം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പഴയ നിയമത്തിൽ പറയുന്ന വിശുദ്ധീകരണത്തിനുള്ള പ്രതീകമായ ജലം പുതിയ നിയമകാലത്തും ഉപയോഗിക്കപ്പെടുന്നു. പുതിയ നിയമകാലത്ത് എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? ജലത്താലുള്ള സ്നാനം കൊണ്ടാണ്. അപ്പോൾ സ്നാപകൻ സ്നാനം നൽകുന്നത് ജലത്താലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ജലത്താൽ മാത്രമല്ല പരിശുദ്ധാത്മാവിനാലും നിങ്ങൾ സ്നാനമേൽക്കും. ജലം എന്ന പ്രതീകത്തെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മുന്നോടിയായി അടയാളപ്പെടുത്തുകയാണ് സ്നാപകൻ. യോഹന്നാൻ 1:26 ലൂക്ക 3:16 മത്തായി 3:11 നമുക്ക് ഈ കാര്യം കാണാം. സ്നാപകൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു. പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ ഇടയിലുണ്ട്, ചെരുപ്പിൻ്റെ വാറഴിക്കാൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല, പിന്നാലൊരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം നൽകും. ഇങ്ങനെ പരിശുദ്ധാത്മാവുള്ള സ്നാനത്തിന് മുന്നോടിയായിട്ട് സ്നാപക യോഹന്നാൻ ക്രിസ്തുവിന് തൊട്ടു മുൻപേ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതിനെക്കുറിച്ച് സംസാരം ഉണ്ടാകുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 11:16 നമുക്കിത് കാണാം. യോപ്പായിലെ വിജാതീയരായ ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് ഇത് പറയുന്നുണ്ട്, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ആത്മാവിലുള്ള സ്നാനത്തിൻ്റെ ഒരു പ്രതീകമെന്ന നിലയ്ക്കാണ് പുതിയ നിയമത്തിൽ നമുക്ക് ജലത്തെ കാണാൻ കഴിയുക. ജലം എങ്ങനെയാണ് ഇങ്ങനെ പുതിയ നിയമ പ്രതീകത്തിലേക്ക് വരുന്നതെന്ന് നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷത്തെ നമുക്കത് കാണാൻ പറ്റും. 4-ാം അധ്യായത്തിൽ സമരിയാക്കാരിയുമായി യേശു സംസാരിക്കുന്നുണ്ടല്ലോ. സംസാരിക്കുന്നത് യാക്കോബിൻ്റെ കിണറിൻ്റെ തീരത്ത് വെച്ചാണ്. യാക്കോബിൻ്റെ കിണർ ഒരു പാരമ്പര്യപ്രകാരമുള്ള കിണറാണ്. ദൈവാനുഗ്രഹമായി ലഭിച്ചുവെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് യാക്കോബിൻ്റെ കിണർ. അങ്ങനെ യാക്കോബിൻ്റെ കിണറിൻ്റെ അടുത്തിരുന്നിട്ട് ഈശോ പറയുകയാണ്, ഈ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ദാഹിക്കും, ഞാനൊരു ജലം നൽകും. അത് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാണ്, ദാഹം തീർക്കാനുള്ള അരുവിയാണ്. യോഹന്നാൻ 4:14 നമുക്കത് കാണാം. ഈശോ പറയുന്നത്, നിങ്ങൾ ഈ കുടിക്കുന്ന ജലം, ഇത് പാരമ്പര്യപ്രകാരമുള്ള ജലമാണ്, ഇത് നിങ്ങളുടെ ദാഹം തീർക്കില്ല, വീണ്ടും നിങ്ങൾക്ക് ദാഹിക്കും, പക്ഷെ ഞാനൊരു ജലം നൽകും. ആ ജലം നിത്യമായ ദാഹം തീർക്കുന്നതാണ്, നിത്യജീവനിലേക്ക് ഉറവെടുക്കുന്ന അരുവിയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാം, ഒരു എത്യോപ്യക്കാരനെ ഫിലിപ്പോസ് സ്നാനം നൽകുന്നുണ്ട്. എത്യോപ്യക്കാരനായൊരു ഷണ്ടൻ അദ്ദേഹത്തിൻ്റെ രഥത്തിൽ വചനം വായിച്ചുകൊണ്ട് പോകുന്നു, പക്ഷെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുന്നില്ല. പുറകെ നടന്ന് ഫിലിപ്പോസ് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ വ്യാഖ്യാനം യേശുവിലേക്ക് എത്തുന്നു. യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, എനിക്ക് സ്നാനം നൽകുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? ദാ വെള്ളം. അങ്ങനെ വെള്ളം കണ്ടെടുത്ത് ഒരിടത്ത് വെച്ച് ഫിലിപ്പോസ് ഷണ്ടന് സ്നാനം നൽകും. അപ്പോസ്തല പ്രവൃത്തികൾ 8:37 നമുക്കത് വായിക്കാം. ജലമാണ് സ്നാനത്തിൻ്റെ അടയാളമായിട്ട് അവിടെ ഉപയോഗിക്കുന്നത്. പഴയ നിയമ പ്രതീകമായ ജലം ഉണ്ടായിരുന്നു, സ്നാപകൻ അത് ഉപയോഗിക്കുന്നു. യേശു ഈ ജലത്തെക്കുറിച്ച് പറയുന്നു. അത് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ സ്ലീഹന്മാർ ഈ ജലം കൊണ്ട് സ്നാനം നൽകുന്നൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഫിലിപ്പോസ് ഈ അനുഭവം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രതീകമായിട്ടാണ്, അല്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ ആത്മാവിനെ കിട്ടുമെന്നില്ല. ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ ആളുകൾ വെള്ളത്തിൽ പിടിച്ച് മുക്കി ആത്മാവിനെ കിട്ടിയോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ജലം ഒരു പ്രതീകമായിട്ടാണ്, അത് മുങ്ങുന്നു എന്നുള്ളതല്ല. ജലം കൊണ്ട് കഴുകിയാൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുന്നതുകൊണ്ടല്ല, ഇത് ഒരു പ്രതീകമാണ്. അതുകൊണ്ട് എഫേസ്യർ 5:26 വചനം ഇങ്ങനെ നമ്മോട് പറയുന്നുണ്ട്, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. വെണ്മയുള്ളതാക്കുന്നതുകൊണ്ട് വചനം കൊണ്ടാണ്. ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ജലം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല, ഒരു പ്രതീകമാണ്, ഒരു അടയാളമാണ്, കാണപ്പെടാത്ത ദൈവകൃപയുടെ
കാണപ്പെടുന്ന അടയാളം. അതുകൊണ്ട് ഈ സ്നാനം എന്ന് പറയുന്നതിൻ്റെ ആത്മാവിലുള്ള കഴുകലിനെ ദ്യോതിപ്പിക്കാൻ ബാഹ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് പുറമേയുള്ള സ്നാനം. ഈ സ്നാനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ആശീർവദിക്കപ്പെട്ട വെള്ളമാണ്, വെഞ്ചരിച്ച വെള്ളമാണ്, വെറുതെ വെള്ളമല്ല ഉപയോഗിക്കുന്നത്. ജലം എല്ലായിടത്തും ഉണ്ട്. എല്ലാ ജലവും ഒരുപോലെയാണോ? എല്ലാ ജലവും ഒരുപോലെയാണ്. എല്ലായിടത്തും ജലമുണ്ട്. മലിനജലം എന്ന് പറയുന്നതും ശുദ്ധീകരിച്ചാൽ ശുദ്ധീകരിക്കപ്പെട്ട ജലമായിട്ട് മാറും. കാരണം ജലത്തിനകത്ത് മാലിന്യമില്ല, മാലിന്യം ജലത്തിൽ അലിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ വിശുദ്ധജലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഹനൻ വെള്ളം മാത്രമല്ല കേട്ടോ വിശ്വാസികൾ വിശുദ്ധജലമായിട്ട് കരുതുന്നത്. അത് വേളാങ്കണ്ണിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന വെള്ളവും വിശുദ്ധജലമായിട്ട് കരുതുന്നു, ഫാത്തിമയിൽ നിന്ന് കൊണ്ടിരുന്ന വെള്ളവും വിശുദ്ധ ജലമായിട്ട് കരുതുന്നു, ലൂർദിലെ വെള്ളവും വിശുദ്ധജലമായിട്ട് കരുതുന്നു. ഇനി മാത്രമല്ല, വിശുദ്ധജലമെന്ന് കരുതി നമ്മൾ ജോർദാനിലെ വെള്ളം കൊണ്ടിരുന്നു. ഇവിടെ നിന്നാണ് യേശു സ്നാനം സ്വീകരിച്ച എളിമയുടെ ഭാഗമായിട്ട്, അതുകൊണ്ട് ആ ജലം കൊണ്ടിരുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്ന വെള്ളം നിങ്ങളുടെയൊക്കെ വീടുകളിൽ പലതരത്തിൽ ഇരിപ്പുണ്ട്. എനിക്കറിയാം, വേളാങ്കണ്ണി നിന്ന് കൊണ്ടുവന്ന വെള്ളമൊക്കെ തൊടാതെ രൂപം വെച്ചേക്കുന്ന പോലെ വെച്ചേക്കുന്ന നിരവധി വീടുകളുണ്ട്. അത് എന്തിനു കൊണ്ടുവന്നതാ? ആ ചുമ്മാ ഒരു ആപ്പത്തൊന്നൊരു ഒരു ഒരു വൈകാരികമായ ചലനമാണ്, അതിനപ്പുറം ഒന്നും അതിനകത്തില്ല. ഇനി ഫാത്തിമ എന്ന് കൊണ്ടുവന്ന വെള്ളം കുടിച്ചിട്ട് സൗഖ്യമുണ്ടായ ആളുകളുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെള്ളം കാണുമ്പോൾ ആ വെള്ളത്തിനൊരു വിശുദ്ധി കൽപ്പിച്ച് നമ്മൾ സ്വീകരിക്കുന്നു. ആ വിശുദ്ധി കൽപ്പനയും നമ്മൾ ഈ പറയുന്ന വിശുദ്ധജലമെന്ന ഹനാൻ വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റത് ആ പ്രദേശത്ത്, ഇപ്പം യേശു ജനിച്ച സ്ഥലത്ത് മണ്ണ് കൊണ്ടിരുന്നു. ഇപ്പം യേശു ജനിച്ച സ്ഥലത്തെ മണ്ണാണിതെന്ന് പറയുമ്പോൾ വൈകാരികമായി ഉണ്ടാകുന്നൊരു ഭക്തിയാണ് അതിൻ്റെ പുറകിലുള്ളതെങ്കിൽ, ഹനാൻ വെള്ളം എന്ന് പറയുന്നത് വിശ്വാസ സംബന്ധിയായൊരു വിഷയമാണ്. അത് ഭക്തി സംബന്ധമായൊരു വിഷയം അല്ല. വിശുദ്ധ വസ്തു ആശീർവദിക്കപ്പെട്ട വസ്തുവാണ്. അങ്ങനെ ജലം ഒരു വിശുദ്ധ വസ്തു മാത്രമാണ്. അതേസമയം തന്നെ അതിന് കൗദാശികതയോട് ബന്ധമുണ്ട്. ലൂർദിലെയോ ഫാത്തിമയിലെയോ അതല്ലെങ്കിൽ വിശുദ്ധ നാട്ടിലെയോ മണ്ണോ വെള്ളമോ ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിന് ഭക്തിയുമായി ബന്ധപ്പെട്ട വൈകാരികമായ ബന്ധമാണുള്ളത്. ഇവിടെയുള്ളത് ആ ബന്ധമല്ല. ഈ വൈകാരിക ബന്ധം വിശ്വാസത്തിലേക്ക് നയിക്കില്ലെന്നൊന്നും പറയാൻ കഴിയില്ല, നയിക്കാം. പക്ഷേ അതുപോലെയല്ല ഹനാൻ വെള്ളം. ഹനാൻ വെള്ളം യഥാർത്ഥത്തിൽ വിശുദ്ധ ജലമാണ്. അത് കൗദാശിക കൽപ്പം മൂലം ആശീർവദിക്കപ്പെട്ട ജലമാണ്. അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത, ആ വെള്ളം കൗദാശികതയെ ഉണർത്തുന്ന ഒരു കാര്യമാണ്. കൗദാശിക കൽപ്പങ്ങൾക്കൊക്കെ ആ ശേഷിയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ജലം എപ്പോഴും മാമുദീസയെ ഉണർത്തും. നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകത എന്താ? നമ്മൾ ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർക്കപ്പെട്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ്. റോമർ ലേഖനം 6:3-4 തിരുവചനങ്ങൾ അത് പറയും. നമ്മൾ സ്നാനം സ്വീകരിച്ചതിനാണ്. വീണ്ടും ജനിച്ചത് ക്രിസ്തുവിലാണ്. ജ്ഞാനത്തിൽ മുങ്ങി, ഇമേഴ്സിങ് നോളേജ്, അറിവിൽ മുങ്ങിയവരാണ്. നമ്മൾ അറിവുണ്ടായിട്ട് മുങ്ങിയവരല്ല, അറിവിൽ മുങ്ങിയവരാണ്. ക്രിസ്തുവിനെ കുറിച്ച് അറിവുണ്ടായ ശേഷമാണ് മുങ്ങേണ്ടതെന്ന് ചില ആളുകൾ പറയും. അപ്പോൾ ശിശു മാമോദീസ ശരിയല്ല എന്നൊക്കെ പറയാൻ വേണ്ടി. പക്ഷേ വി ആർ ഇൻമേഴ്സിങ് നോളേജ്. നമ്മൾ അറിവിൽ മുങ്ങാണ് ചെയ്യുന്നത്, അല്ലാണ്ട് അറിവ് ഉണ്ടാകുമ്പോൾ മുങ്ങല്ല ചെയ്യുന്നത്, വെള്ളത്തിൽ മുങ്ങല്ല ചെയ്യുന്നത്, അറിവിൽ മുങ്ങാണ്. ഈ അറിവ് എന്താണ്? യേശു ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് എന്നാണ്. യേശു കുരിശിൽ മരിച്ച് വിമോചനം നൽകി ഉയർത്തെഴുന്നേറ്റ് നിന്റെ അകമേ വസിക്കുന്നുവെന്നും നീ യേശുവിലാണ് ജീവിക്കുന്നതെന്നും നിന്നെ ഓർമ്മപ്പെടുത്തുന്ന അറിവാണ് യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ അറിവ്. ആ അറിവിൽ മുങ്ങിയവരാണ് നാം ഓരോരുത്തരും. ആ അറിവിന് പ്രേരകമായി നിന്ന ഒരു കാര്യമാണ് ജലം. മാമോദീസയിൽ ജലം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതീകാത്മകമായത് ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യത്തെ മുൻനിർത്തിയാണ്. യേശു മാമോദീസ നൽകുമ്പോൾ ജലത്താൽ മാമോദീസ നൽകുന്നു. യേശു മാമോദീസ സ്വീകരിക്കുമ്പോൾ ജലത്താലാണ്. ജലം ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രതീകമായി പഴയ നിയമം മുതൽ നിലനിൽക്കുന്നുണ്ട്. ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, ആത്മാവിനാൽ നിറയ്ക്കപ്പെടുമ്പോൾ അടയാളമായി വിശുദ്ധ ജലം ഉപയോഗിക്കുന്നു. ആ വിശുദ്ധ ജലം കൗദാശിക കൽപ്പം മൂലം ആശീർവദിക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അത് വിശുദ്ധ വസ്തുവാണ് എന്ന കാര്യവും ഓർക്കണം. ഇപ്പൊ ജലം കൊണ്ട് നമ്മൾ സ്നാനം നൽകുന്നു. ആ സ്നാനം നൽകുന്ന ജലം ഹാനാൻ വെള്ളമാണ്. അതുകൊണ്ട് നമ്മുടെ മാമോദീസയെ നിരന്തരം ഉണർത്താൻ ഹാനാൻ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഹാനാൻ വെള്ളം വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ തെളിക്കാം. രോഗങ്ങൾ വരുമ്പോൾ തെളിക്കുന്നത് എന്തിനാ? രോഗം മാറാനാണ്. രോഗങ്ങൾ വരുമ്പോഴും നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം എന്താ? ചെറിയ പനി വന്നാൽ പോലും നമുക്ക് ഭയങ്കര നിരാശയും വിഷമവും ഒക്കെ ഉണ്ടാവും, ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ വിശുദ്ധ ജലം കുടിക്കാൻ കൊടുക്കുകയോ നെറ്റിയിൽ ആ കുരിശ് വെച്ച് ഹാനാൻ വെള്ളം കൊണ്ട് കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാമോദീസയെ ഉണർത്തുകയാണ്. മാമോദീസ ഉണരുമ്പോൾ
നമുക്ക് ഈ പറഞ്ഞ നിരാശ എന്ന തിന്മയിൽ നിന്ന് അല്ലെങ്കിൽ ഭയം എന്ന തിന്മയിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവും. ഭയപ്പെട്ട് കുട്ടികൾ കരയുന്നു, ഹാനൻ വെള്ളം കുടിക്കാൻ കൊടുക്കും, നെറ്റി വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് മാമോദീസ ഉണർത്താൻ വേണ്ടിയാണ്. മാമോദീസ ഓർത്ത് കുട്ടിയെ വിശുദ്ധീകരിക്കുന്ന സമയത്ത് മാമോദീസ ഉണരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് തന്നെ മാതാപിതാക്കൾക്കും ഉണർവുണ്ടാവും, കുട്ടിക്കും അതിൽ നിന്ന് ഉണർവുണ്ടാവും. അതിന് കാരണം ഇതാണ്, മാമോദീസയെ ഉണർത്താൻ കൗദാശിക കൽപ്പത്തിന് ആശീർവാദത്തിന് ശേഷിയുണ്ട്. ഹനൻ വെള്ളത്തിൽ ഈ ആശീർവാദമുണ്ട്. ആശീർവാദം പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വെള്ളമല്ല പ്രവർത്തിക്കുന്നത്, ആശീർവാദം. എപ്പോൾ ഹാനാൻ വെള്ളം തെളിക്കുമ്പോഴും, ആശീർവാദ സമയങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മേലോ ഹാനാൻ വെള്ളം തെളിക്കുമ്പോൾ രക്ഷയുടെ കൂദാശയായ സഭയ്ക്കകത്താണ് നമ്മളെന്ന ബോധ്യമുണരും. മാമോദീസയിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് ജ്വലിക്കും. അങ്ങനെ ആത്മാവിൻ്റെ ഉണർച്ച ഉണ്ടാകാനായിട്ട് ഹാനാൻ വെള്ളം ശക്തിദായകമായ ഒന്നായിട്ട് പ്രവർത്തിക്കും എന്ന കാര്യം നിസ്തർക്കമായ ഒന്നാണ്. അത് പറയുമ്പോഴും ഓർക്കുക, ആ ജലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടോ ശക്തിയുള്ളതുകൊണ്ടോ അല്ല, ആശീർവാദമാണ് പ്രവർത്തിക്കുന്നത്, സഭയുടെ അധികാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ആ ജലത്തിലല്ല ശക്തിയെങ്കിൽ പിന്നെ എവിടെയാണ് ശക്തി? ആ ജലത്തിലൂടെ പ്രവർത്തിക്കുന്ന ആശീർവാദവും ആശീർവാദത്തിന്റെ ഉറവിടമായ സഭയിലും സഭയുടെ ശിരസ്സായ ക്രിസ്തുവിലുമാണ് ഈ ശക്തി പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയണം. മാമോദീസയിലെ ജലം 3 കാര്യങ്ങളുടെ പ്രതീകമാണ്, 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് എന്താണ്? പാപങ്ങൾ കഴുകുന്നതിൻ്റെ അടയാളമാണ്. 2 പൈശാചിക തിന്മകൾ നീക്കുന്നതിൻ്റെ അടയാളമാണ്. 3 സഭാഗാത്രത്തിന്റെ ഭാഗമാകുന്നതിൻ്റെ അടയാളമാണ്. ഈ 3 അടയാളങ്ങൾ വിശുദ്ധജലം തെളിക്കുമ്പോൾ മാമോദീസയിലുണ്ട്. ഓരോ പ്രാവശ്യവും വിശുദ്ധജലം തെളിക്കുമ്പോൾ ഈ അനുഭവത്തിലേക്ക് നമ്മൾ ഉണരും. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയണം, പാപം നീക്കുന്നതോ പിശാചിനെ നീക്കുന്നതോ സഭയിൽ ചേർക്കുന്നതോ ഈ ജലമല്ല, ആശീർവാദമാണ്. ഈ ജലം അല്ല, ഒരടയാളമായിട്ട് കാണുന്നു, പക്ഷെ അതല്ല പ്രവർത്തിക്കുന്നത്. പ്രവർത്തിക്കുന്ന ആശീർവാദമാണ്, സഭയുടെ ആശീർവാദമാണ്, സഭയുടെ കൂട്ടായ്മയിലാണ് നമ്മൾ. അതുകൊണ്ട് ജലത്തിന് പ്രത്യേകമായ എന്തെങ്കിലും ശക്തിയുണ്ട് എന്ന നിലയ്ക്ക് തെറ്റിദ്ധരിച്ച് കാണരുത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ കാണും ഈ ജലം തെളിക്കുന്നിടത്തൊക്കെ വിശുദ്ധീകരണം സംഭവിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാവും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടന്ന ശേഷം ധ്യാന കേന്ദ്രം ആകെ വെഞ്ചരിക്കുന്നു. എന്തേ അങ്ങനെ വെഞ്ചരിക്കാൻ? അപ്പോൾ ഒരിടത്ത് അങ്ങനെ വെഞ്ചരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചാൽ എന്തേ വെഞ്ചരിക്കാൻ? ഒത്തിരി തിന്മകൾ ഇറങ്ങിപ്പോയതാണ്, അതൊക്കെ ഇവിടെ നിൽപ്പുണ്ടാവും എന്ന് വെച്ച് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ തെളിച്ചാൽ ഇതൊക്കെ വഴിയിലൊക്കെ ഇറങ്ങി നിൽക്കില്ലേ? അന്ധവിശ്വാസം വരുന്ന വഴി നോക്കണേ. വെഞ്ചരിപ്പ് ചെകുത്താൻ ഓടിക്കാനുള്ള പ്രവൃത്തിയാണോ? വെഞ്ചരിപ്പ് എന്താ ചെയ്യുക? വിശുദ്ധീകരണം എന്താ ചെയ്യുക? ഇത് ദൈവത്തിന്റെ നാമത്തിലാണെന്നും ദൈവിക സഹവാസത്തിന്റെ ഇടമാണെന്നും ഉറപ്പിക്കുക ചെയ്യുക. അതെങ്ങനെയാണ്? വിശ്വാസികളെ സംഭവിക്കൂ. അങ്ങനെ ഈ ജലം തെളിച്ചാൽ ചെകുത്താൻ ഓടിക്കാം എന്നൊരു സൂത്രപ്പണി ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെലികോപ്റ്ററിൽ ഈ വിശുദ്ധ ജലം എടുക്കുക, ഈ പ്രദേശം ആകെ തെളിക്കുക, പ്രശ്നം തീർന്നില്ലേ? സംഭവം തീർന്നില്ലേ? നമുക്ക് വേണമെങ്കിൽ കാട്ടിലേക്കോ കടലിലേക്കോ തെളിക്കാതിരിക്കാം, അവിടെ പോയിക്കോട്ടെ, നമ്മുടെ പ്രദേശത്ത് പിന്നെ വരുമല്ലോ, വിശുദ്ധജലം തെളിച്ചേക്കല്ലേ. ചില അങ്ങനെ വിശ്വസിച്ചിട്ട് അതിർത്തിയിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് വിശുദ്ധജലമൊക്കെ തെളിച്ച് ആരും കയറാതിരിക്കാൻ. അങ്ങനെ ഈ വസ്തുവിലൂടെയും സ്ഥലത്തിലൂടെയൊക്കെ കയറുന്ന കാര്യമല്ലോ തിന്മ. തിന്മ മനസ്സിനകത്ത് പ്രവർത്തിക്കുന്ന കാര്യമല്ലേ. ആശീർവാദത്തിൽ സംഭവിക്കുന്ന എന്താണ്? വിശുദ്ധജലം തെളിക്കുമ്പോഴും ആശീർവാദത്തിനും സംഭവിക്കുന്നത്, ആശീർവാദം നിങ്ങളുടെ മാമോദീസയെ ഉണർത്തുകയും നിങ്ങളുടെ മനസ്സിന്റെ പ്രവൃത്തിയെ ജയിക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകുകയും നിങ്ങളുടെ ആത്മാവ് ശക്തമാവുകയും അങ്ങനെ വിശുദ്ധീകരണ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. അപ്പോൾ തിന്മയെ ഒഴിവാക്കുന്ന സമയത്ത് വിശുദ്ധജലം തെളിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് തിന്മയെ ഒഴിവാക്കുന്നത് വിശുദ്ധജലമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചോദിക്കാവുന്ന ഒരു കാര്യം, ഇങ്ങനെ ആശീർവാദം കഴിഞ്ഞപ്പോൾ വിശുദ്ധജലം തെളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വിമോചനാനുഭവം ഉണ്ടായല്ലോ? ഉണ്ടാവും. കാരണം നമ്മുടെ മാമോദീസ ഉണർന്നല്ലോ. നമ്മളിലാണല്ലോ ദൈവം വസിക്കുന്നത്. മാമോദീസ ഉണർന്നു, ദൈവാത്മാവിൻ്റെ ശക്തി പ്രകടമായി, നിരാശയിൽ നിന്ന് മോചനം കിട്ടി, ഭയത്തിൽ നിന്ന് മോചനം കിട്ടി, കർത്താവ് കൂടുതൽ അനുഭവം ഉണ്ടായി. അങ്ങനെ തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയും. അവിടെ മാമോദീസ ശക്തി പ്രാപിക്കുകയും വിശ്വാസം വഴി രക്ഷ നാം അനുഭവിക്കുകയും ലോകത്തിൻ്റെ മേൽ നമുക്കുള്ള ആധിപത്യം അല്ലെങ്കിൽ ലോകത്തിൻ്റെ മേൽ നമുക്കുള്ള അധികാരം പ്രയോഗമാക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത് ഉപകാരപ്പെടും. അത് ഉപകാരപ്പെടില്ലെന്നല്ല പറയുന്നത്, പക്ഷേ അത് ജലം എന്തെങ്കിലും പ്രത്യേകതകളൊന്നാണെന്ന് വിചാരിക്കരുത്. ആ ജലത്തിൽ ആശീർവാദമാണുള്ളതെന്നും അത് സഭയുടെ ആശീർവാദമാണെന്നും ശിരസ്സാകുന്ന ക്രിസ്തുവിൽ നിന്ന് വരുന്നതാണെന്നും അങ്ങനെ ആശീർവാദമാണ് നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്നതെന്നും പരിശുദ്ധാത്മാവിൽ നമ്മെ ശക്തീകരിക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്കറിയാലോ, മോശയോട് പറഞ്ഞു, വെള്ളം ഇല്ലാണ്ട് വന്നപ്പോൾ പറഞ്ഞു, മരുഭൂമിവാസത്തിനിടയ്ക്ക് പാറയിൽ പോയിട്ട് 3 പ്രാവശ്യം വടി കൊണ്ടടിക്കുക, വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. മോശ പോയി അടിച്ചു. 2ാമത്തെ പ്രാവശ്യം വെള്ളമില്ലാണ്ട് വന്നപ്പോൾ
മോശയോട് പറഞ്ഞു, നീ പാറയോട് പറയുക അത് വെള്ളം തരുമെന്ന് കർത്താവ് പറഞ്ഞു. മോശ എന്ത് ചെയ്തു? കർത്താവ് മറന്നുപോയെങ്കിലും മോശ മറന്നുപോയില്ല വടിയുടെ കാര്യം. അതുകൊണ്ട് മോശ വടി കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് പറഞ്ഞു. മോശ ഈ വടി കൊണ്ടുപോയി അടിച്ചത് കൊണ്ട് മോശയോട് കർത്താവ് പറഞ്ഞു, നീ കാനാൻ ദേശം കാണില്ല. മോശ എന്ത് തെറ്റാ ചെയ്തത്? കർത്താവ് നേരത്തെ ഈ വടിയെടുത്തടിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ പാറയോട് വെള്ളം കൊടുക്കാൻ പറയാൻ പറഞ്ഞു. അപ്പൊ പണ്ടടിച്ച കാര്യം ഓർത്തിട്ട് ഈ വടി എടുത്തുകൊണ്ട് പോയി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വടിയിലാണ് കാര്യം എന്നൊരു ചെറിയ അന്ധവിശ്വാസത്തിലേക്ക് ആര് പോയിട്ടുണ്ട്? മോശ പോയിട്ടുണ്ട്. വടിയിലല്ല കാര്യം, കർത്താവിലാണ് കാര്യം. കർത്താവ് പറയുന്നതാണ് കാര്യം. അപ്പൊ ജലത്തിലല്ല കാര്യം, ജലത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആശീർവാദമാണ് അനുഗ്രഹത്തിന്റെ കാരണവും തിരിച്ചറിയണം. അതുകൊണ്ട് തിന്മയെ നിൽക്കുന്നത് ഈ ജലമാണെന്ന് കരുതരുത്, ദൈവമാണ്, സഭയാണ്, സഭയുടെ ആശീർവാദമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെകുത്താനെ ഓടിക്കാനായിട്ട് വിശുദ്ധജലം തെളിക്കുന്നു, ചുറ്റും വിശുദ്ധജലം തെളിച്ചാൽ പോകുമെന്ന് പറയുന്നു. ആർക്കാണ് ഇത് അനുഭവമാകുക? മാമോദീസ സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചാണ് ഇത് അനുഭവമാകുക. മാമോദീസ സ്വീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ച് വിശുദ്ധജലം അനുഭവമാകില്ല. കാരണം അയാൾക്ക് ഉണരാൻ മാമോദീസയില്ല. അയാൾക്കത് കേവല അനുഗ്രഹമായിട്ടോ തീർത്ഥമായിട്ടോ ഒക്കെ അനുഭവപ്പെട്ടേക്കാം. വാസ്തവത്തിൽ അതിൻ്റെ കൗതാശികമായ ഫലദായകത്വം ഉറപ്പിക്കുന്നത് വിശ്വാസിയിൽ മാത്രമാണ്, മാമോദീസ സ്വീകരിച്ച ഒരാളിൽ മാത്രമാണ്. ഇനി സ്ഥലവും വാഹനങ്ങളൊക്കെ ആശീർവദിക്കുമല്ലോ. ആ സമയത്ത് ഈ ആശീർവാദം ആരാണ് സ്വീകരിക്കുന്നത്? കാർ ആമേൻ പറയും. ആരാണ് ആമേൻ പറയുന്നത്? ഈ വിശുദ്ധ ജലം തെളിക്കുന്ന സമയത്ത് ആരാണ് കുരിശടയാളം വരയ്ക്കുന്നത്? നമ്മളിത് അർത്ഥം അറിയാണ്ട് ആശീർവാദം തരുമ്പോഴത്തേക്കും ആശീർവാദം സ്വീകരിക്കും. വിശുദ്ധ ജലം തെളിക്കുമ്പോൾ നമ്മൾ കുരിശടയാളം വരയ്ക്കും. കാരണം നമുക്കാണ് ആശീർവാദം കിട്ടിയത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറെ കുരിശ് വരച്ചാൽ പോരെ. അച്ഛൻ ആശീർവദിക്കുന്ന സമയത്ത് കാറെ കുരിശ് വരയ്ക്കുക. അല്ലെങ്കിൽ വിശുദ്ധ ജലം തെളിക്കുന്ന സമയത്ത് ഭിത്തിയെ കുരിശ് വരയ്ക്കുക. ഭിത്തിയാണ് ആശീർവാദം സ്വീകരിച്ചെങ്കിൽ ഭിത്തിയല്ല സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മളാണ് സ്ഥലത്തെക്കാളും വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടതും നമ്മളിലാണ് അനുഭവതലമുള്ളതും. നമ്മുടെ ബോധമണ്ഡലത്തിൽ ഈ വിശുദ്ധീകരണ അനുഭവം സംഭവിക്കും. അതുകൊണ്ട് ആ സ്ഥലം വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവം നമുക്കുണ്ടാവും. ഭൂമിയെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലമാണ്. ഒരിടത്തും ഒരു തിന്മയും വസിക്കുന്നില്ല, ഒരു വസ്തുവിൽ ഒരു തിന്മയും വസിക്കുന്നില്ല. വസിക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ മനസ്സിലുള്ള ഈ ബോധ്യത്തെ നീക്കി സകലതിനെയും വിശുദ്ധീകരിക്കുന്ന ശക്തിയാൽ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും നിങ്ങളുടെ പരിശുദ്ധാത്മ അവബോധം ഉണരുകയും മാമോദീസ ഉണരുകയും നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഒരു ആശീർവാദം അനുഭവമായിട്ട് മാറുന്നത്, ഹാനാൻ വെള്ളം അനുഭവമായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വസ്തുക്കളും വീടൊക്കെ വെഞ്ചരിക്കുന്നത്? ഇത് ദൈവം നമുക്ക് ദാനമായി നൽകിയതാണെന്നും ദൈവമാണ് നമ്മുടെ സംരക്ഷകനെന്നും ദൈവമാണ് നമ്മുടെ അടുത്ത് വസിക്കുന്നതെന്നും ബോധമുണരാൻ വേണ്ടിയാണ്. അങ്ങനെ ബോധമുണർന്ന് കൃതജ്ഞതയോടെ, നന്ദിയോടെ, വിശ്വാസത്തോടെ, ഭയലേശമന്യേ ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്തുവുള്ള സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവപ്രദമാകുക. അതിനാണ് ആശീർവാദങ്ങൾ, വെഞ്ചരിപ്പൊക്കെ നടത്തുന്നത്. അപ്രകാരം ഒരു വിശുദ്ധീകരണം എപ്പോഴും നടത്തേണ്ടതുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ വെഞ്ചരിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ബോധം എത്രത്തോളം നിലനിൽക്കും? നമ്മുടെ ബോധം നിലനിൽക്കുന്നില്ലല്ലോ. ഇന്നലത്തെ കാര്യം നമ്മൾ മറന്നു പോകല്ലേ. അപ്പോൾ ഈ ബോധമണ്ഡലത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ആശീർവദിക്കുന്നതും ഈ വിശുദ്ധീകരണ കർമ്മത്തിലൂടെ നാം കടന്നു പോകുന്നത്. ആശീർവദിക്കപ്പെട്ട വസ്തുവാകട്ടെ സ്ഥലമാകട്ടെ വേർതിരിക്കപ്പെട്ട കൗതാശിക ബലത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കും. അപ്പോൾ അത് വിശുദ്ധ വസ്തുവാണെന്ന് ബോധ്യം ഉണ്ടാവും. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ വീട് വെഞ്ചരിക്കുന്നു, അപ്പോൾ അത് എന്തായി മാറി? വിശുദ്ധ വസ്തുവായി ഇല്ലേ? അങ്ങനെ ഒരു വിശുദ്ധ വസ്തുവിനകത്തായിരിക്കുന്ന നമ്മൾ ഈ ഒരു ബോധ്യം നിലനിർത്തി ജീവിച്ചാൽ നമ്മുടെ നാവിൽ നിന്ന് നല്ല വാക്കേ വരൂ, നമ്മുടെ പ്രവൃത്തിയിൽ നന്മ ഉണ്ടാവുള്ളൂ, നമ്മുടെ വിചാരത്തിൽ നന്മ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതല്ലേ? ഇത് വെഞ്ചരിച്ച സ്ഥലമാണ്. വിശുദ്ധ സ്ഥലങ്ങളോടുള്ള നമ്മുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ, ഇത് വിശുദ്ധ സ്ഥലമാണെന്ന മനോഭാവം. അങ്ങനെ നീ ജീവിക്കുന്നിടം വിശുദ്ധ സ്ഥലമാണെന്നും നീ കാല് കുത്തുന്നിടമൊക്കെ ദൈവാനുഭവത്തിൻ്റെ ഇടമാണെന്നും തിരിച്ചറിയാൻ ആശീർവാദങ്ങൾ ഉപയോഗിക്കണം. അതുകൊണ്ട് ഹാനാൻ വെള്ളം ഉപയോഗിക്കുന്നത് മോശപ്പെട്ട കാര്യമല്ല, നല്ല കാര്യമാണ്. പക്ഷേ കാര്യം അറിഞ്ഞ് ഉപയോഗിക്കണം. ഓരോ പ്രാവശ്യം ഹാനാൻ വെള്ളം എടുത്ത് നെറ്റി കുരിശ് വരയ്ക്കുമ്പോൾ മാമോദീസയെ അനുസ്മരിക്കണം. മാമോദീസയിലൂടെ ലഭിച്ച ആത്മാവിൻ്റെ ബലം നമുക്ക് കൂടുതൽ അനുഭവപ്രദമായി മാറുകയും അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ അത് കാരണമായിട്ട് മാറുകയും ചെയ്യും. ഭയത്തിൽ നമ്മളെ വിമോചിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതിന് പകരം അന്ധവിശ്വാസമായി ഈ ജലം എന്തോ പ്രത്യേകതയുള്ളതാണ് എന്ന് പറയുന്ന രീതി
ഇതിലേക്ക് ഞാൻ ചില കാര്യങ്ങൾ നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ചിലരൊക്കെ പറയുന്ന രീതി, ചില പ്രത്യേക ആശീർവാദങ്ങൾ എന്നൊക്കെ പറയുന്ന രീതി, ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ പെട്ടുപോകുകയും വരുത്. അതുകൊണ്ട് വിശുദ്ധ ജലമാകട്ടെ ഉപ്പാകട്ടെ അങ്ങനെ വിശുദ്ധ വസ്തുക്കളായി നാം ഉപയോഗിക്കുന്ന കാര്യങ്ങളുടെ അകമേയുള്ള ഈ രഹസ്യം തിരിച്ചറിയണം. അതുകൊണ്ട് വിശ്വാസം വഴി കൃപയാൽ വിമോചിതരായ നമ്മൾ, രക്ഷിക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിലാണെന്ന ബോധ്യത്തോടെ ജീവിക്കാനാണ്, ബയലേശമന്യേ സ്നേഹത്തിൽ വ്യാപരിക്കാനാണ് വിശുദ്ധ ജലം തെളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതുകൊണ്ട് ഹാനാൻ വെള്ളം വീട്ടിലുണ്ടാകുന്നത് നല്ലതാണ്, അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് അതിലേറെ നല്ലതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ വസ്തുവിൽ കുടുങ്ങും. അത് വേറൊരു കുടുക്കാണ്. ഈ വസ്തുവിനകത്താണെന്ന് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കും, അതിൽ കുടുക്കായിട്ട് മാറും. പ്രത്യേകമായി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഈ വസ്തുവിനെ ദൈവമായി കരുതാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ഒരു ആശീർവാദത്തെ ദൈവമായി കരുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ വസ്തുവിൽ കുടുങ്ങിപ്പോകും. അങ്ങനെ ദൈവം നമ്മുടെ കൈപ്പിടിയിലാകും. നമ്മെ വഹിക്കുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തെ നമ്മുടെ ഉള്ളം കൈയിലാക്കി നമ്മുടെ ചൊൽപ്പടിക്കാക്കുന്ന രീതിയിലേക്ക് അത് മാറും. അപ്പം അത്തരം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങരുത്. പകരം വിശ്വാസമുണ്ടാകണം. ഹാനാൻ വെള്ളത്തിന് പിന്നിലുള്ള ആശീർവാദത്തിൽ, നമ്മുടെ മാമോദീസയിൽ കൗദാശികമായ ബലത്തിൽ നാം ശക്തി പ്രാപിക്കണം. ലോകത്തെ അതിജീവിക്കാൻ അതുമൂലം നമുക്ക് കഴിയും. അപ്രകാരം ശക്തി പ്രാപിച്ച് ക്രിസ്തുബോധത്തിൽ ഉണർന്ന് സ്നേഹത്തിൽ വ്യാപരിക്കാനും, എല്ലാവരോടും കാരുണ്യത്തിലും എല്ലാവരോടും സാഹോദര്യത്തിലും വർത്തിക്കാനും, എല്ലാ പ്രതികൂലങ്ങളെയും ജയിക്കാനും, ഭൗതികമായും ആത്മീയമായും നിങ്ങളുടെ ജീവിതം നിരന്തരം ക്രിസ്തുബോധത്തിൽ അനുഗ്രഹിക്കപ്പെടാനും ഇടയാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.